എഡ്യൂക്കേഷനും കരിയറും. നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നല്ല കരിയറിലെത്താൻ കഴിയുകയുള്ളൂ. നല്ല കരിയറിലെത്തണമെങ്കിൽ നല്ല പഠനം ആവശ്യമാണ്. മാധ്യമ ലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മാധ്യമം എഡ്യൂകഫയുടെ കേരളത്തിലെ ഈ വർഷത്തെ 3ാമത്തെ എപ്പിസോഡിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ സെമിനാറിലേക്ക് സിജിയെ ക്ഷണിച്ചതിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഗുഡ് ഈവനിങ് ടു ഓൾ. ഞാൻ ഡോക്ടർ ഷെരീഫ്, കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഓൺ കോൺട്രാക്ട്. ലുക്മാൻ സാറാണ് ഈ വർഷം റിട്ടയർഡായി, ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ഞങ്ങളാണ് ഈ കരിയർ സെഷൻ നടന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിജിയുടെ സ്റ്റാളുകൾ ഓൾമോസ്റ്റ് ആളുകൾ വിസിറ്റ് ചെയ്തു. നമുക്ക് അനുവദിച്ച സമയത്തിനകത്ത് തന്നെ ഈ ലോകത്തിലെ മുഴുവൻ കോഴ്സുകളെക്കുറിച്ച് പറയാൻ അറിയില്ല, അല്ലെങ്കിൽ പറയാൻ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഒരു കരിയർ എടുക്കുന്നതിന് മുമ്പ് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കോഴ്സുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പത്രങ്ങളിലൂടെ കിട്ടും, വാട്സപ്പിലൂടെ കിട്ടും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൂടെ കിട്ടും, അധ്യാപകരിൽ നിന്ന് കിട്ടും, ഞങ്ങളിൽ നിന്ന് കിട്ടും. അങ്ങനെ ഒരുപാട് കോഴ്സുകളെ കുറിച്ച് അറിയാം. പക്ഷെ ഇത് എനിക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ നമുക്ക് പറ്റിയതാണോ എന്നറിയേണ്ടതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇതിൽ എത്ര രക്ഷിതാക്കളുണ്ടെന്ന് കൈവയ്ക്കേ. ഓക്കെ, ഇതിൽ പെരുന്നാളിനും അല്ലെങ്കിൽ വിഷുവിനൊക്കെ പുതിയ ഡ്രസ്സ് വാങ്ങി എത്ര ആളുകളുണ്ട്? രക്ഷിതാക്കൾ. മക്കൾക്ക് വേണ്ടി വസ്ത്രം വാങ്ങിയ ആളുകൾ. ഓക്കെ, മക്കളെ കൊണ്ടുപോകാതെ മക്കൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിയ എത്ര ആളുകളുണ്ട്? ഒരാള്. ഇനി ആ രണ്ടാളുകളോട് അടുത്ത ചോദ്യം, രണ്ടാമത് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ടോ മക്കളെയും കൊണ്ട്? ഇല്ല. ആ മക്കളെ കുറിച്ച് കൃത്യമായി അറിയാമെന്നുള്ളതാണ്. കാരണം മറ്റുള്ള ആളുകൾ കൂടുതലും മക്കളെയും കൊണ്ടുപോയി ഓരോ ആളുകൾക്ക് ആവശ്യമായ ഡ്രസ്സുകൾ എടുത്തു വന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു കരിയർ പ്ലാൻ ചെയ്യുമ്പോഴേക്കും, കരിയർ തിരഞ്ഞെടുക്കുമ്പോഴേക്കൊക്കെ ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടിക്ക് പറ്റിയ വിദ്യാഭ്യാസമാണോ? കാരണം ഓരോ ആളുകളും വ്യത്യസ്തരാണ്. ഈ ഭൂമി ലോകത്ത് പിറന്ന ഒരാളെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ചില ആളുകൾ ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾ തന്നെ കോഴ്സ് ചൂസ് ചെയ്യും. ഇപ്പോൾ ഞങ്ങളുടെ പവലിയനിൽ വന്ന ആളുകൾക്ക് പല ആളുകളുടെയും കൺഫ്യൂഷൻ, അത് അച്ഛൻ പറഞ്ഞിട്ടാണ് ആ കോഴ്സ് എടുത്തത്, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോയിരിക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇത് പറ്റുമോ എന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് പുതിയ വസ്ത്രം എടുക്കുമ്പോൾ പോലും നമുക്കുണ്ടാകുന്ന ഒരു ഗുണങ്ങളുണ്ട്. ആ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ അവരെയും കൊണ്ടുപോയി ഇത് എൻ്റെ കുട്ടിക്ക് പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇത് സാധിക്കുമോ എന്ന് കൃത്യമായിട്ട് നമ്മൾ അവർക്ക് ഡ്രസ്സ് കൊണ്ടുപോയി വെച്ച് നോക്കും. അതിനുശേഷം ട്രയൽ റൂമിൽ പോകും, അതിട്ട് നോക്കും. അത് കഴിഞ്ഞതിന് ശേഷം രക്ഷിതാവിൻ്റെ മുമ്പിൽ ആ കുട്ടി ഇങ്ങനെ വന്ന് നിൽക്കും, എന്നിട്ട് ഫോട്ടോ എടുക്കും, വാട്സപ്പിൽ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കും. ചിലപ്പോൾ ഇതെനിക്ക് പറ്റുമോ, എനിക്ക് യോജിക്കുമോ. ചില ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ പറയും ഈ ഡ്രസ്സ് നിനക്ക് യോജിക്കില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയും ഇത് പറ്റില്ല, ഇതിനേക്കാളും മറ്റേതാണ് യോജിക്കുക. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ പോലും ഇത്രയും കൃത്യമായി ചിന്തിക്കുന്ന ആളുകൾ കുട്ടി +2 കഴിഞ്ഞാലോ 10ാം ക്ലാസ് കഴിഞ്ഞാലോ ഏത് കോഴ്സ് എടുക്കണം എന്നതിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. പല ആളുകളും 10ാം ക്ലാസ് കഴിഞ്ഞ് ഫുൾ A+ കിട്ടിയാൽ പിന്നെ സയൻസ് തന്നെ നിർബന്ധമായി, സയൻസ് എടുത്താൽ മതി. രക്ഷിതാവും പറയുന്നു ഏതെങ്കിലും ഒരാൾ വഴി തെറ്റിയിട്ട് ഹ്യൂമാനിറ്റീസിലേക്ക് പോയാൽ +2 10ാം ക്ലാസ് മുഴുവൻ A+ കിട്ടിയിട്ട് നിങ്ങൾ ഹ്യൂമാനിറ്റീസിനാ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങളൊരു കോഴ്സിൻ്റെ ആ കുട്ടിക്ക് പറ്റിയതാണോ, അതിന് എബിലിറ്റി ഉണ്ടോ, ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, സ്കില്ലുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കി ഇതെൻ്റെ കുട്ടിക്ക് യോജിച്ചതാണോ എന്നുകൂടി രണ്ടുപേരും, കുട്ടിയും രക്ഷിതാവും. ഇനി അതൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൗൺസിലറോടും അല്ലെങ്കിൽ സിജി പോലുള്ള സ്ഥാപനങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് കൃത്യമായൊരു ലക്ഷ്യം നേരത്തെ നമ്മൾ വെക്കണം. ആ ലക്ഷ്യത്തിലേക്കായിരിക്കണം. കാരണം ലക്ഷ്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന രീതിയിൽ നമ്മളുടെ കോഴ്സ് ഡിസൈൻ ചെയ്യണം. അതിനനുസൃതമായിരിക്കണം നിങ്ങളുടെ പഠനം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. സർ, 10ാം ക്ലാസ്സിന് ശേഷമുള്ള കോഴ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, സമയം അനുവദിക്കുന്നില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊന്ന് എഴുന്നേറ്റുക. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ ഒന്ന് എഴുന്നേറ്റുക. യെസ്, ഓക്കെ, യെസ്, ശരിയാണ്. 10ന് ശേഷം ഒരുപാട് കരിയറുകളുണ്ട്.
90% കുട്ടികളും തിരഞ്ഞെടുക്കുന്നത് ഹയർ സെക്കൻഡറി കോഴ്സാണ്. ഉപരിപഠന സാധ്യതകളിലേക്ക്, അഡ്മിനിസ്ട്രേഷൻ മേഖലകളിലേക്ക്, മാനേജ്മെന്റ് മേഖലകളിലേക്ക്, സിവിൽ സർവീസ് മേഖലകളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ 10ാം ക്ലാസ്സിന് ശേഷം തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ഹയർ സെക്കൻഡറി കോഴ്സാണ്. അതിൽ 3 കോമ്പിനേഷനാണുള്ളത്, സ്ട്രീമാണുള്ളത്. ഒന്ന് സയൻസ്, ഒന്ന് കൊമേഴ്സ്, ഒന്ന് ഹ്യൂമാനിറ്റീസ്. ഏത് കോഴ്സാണ് നല്ലത്, ഏതാണ് സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൗൺസിലിംഗ് രംഗത്തേക്ക് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മളുടെ സ്കോപ്പാണോ വളരെ പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളുണ്ട്, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കോഴ്സുകളുണ്ട്, CBSE നൽകുന്ന കോഴ്സുകളുണ്ട്, ICSE കൊടുക്കുന്ന കോഴ്സുകളുണ്ട്, ITI കൊടുക്കുന്ന കോഴ്സുകളുണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്. പക്ഷേ നേരത്തെ ഷെരീഫ് സാറ് പറഞ്ഞതുപോലെ ഇഫ് യു ഫെയിൽ ടു പ്ലാനിങ് ടു ഫെയിൽ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ, രക്ഷിതാക്കളെ നിങ്ങൾ വളരെ ഗൗരവമായി കരിയർ പ്ലാനിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡായിട്ടുള്ള കരിയർ മേഖലകളിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുത്തുകൊണ്ട് 10ാം ക്ലാസ്സിന് ശേഷമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. പോളിടെക്നിക് 10ാം ക്ലാസ്സിന് ശേഷം പോകാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് പോളിടെക്നിക്. വളരെ പെട്ടെന്ന് ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ്സിന് ശേഷം 3 വർഷം പഠിച്ചുകൊണ്ട് പോളിടെക്നിക് ഡിപ്ലോമ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് BTech എടുക്കാം, MTech എടുക്കാം, ആ രീതിയിലും പോകാം. 10ാം ക്ലാസ് +2 കഴിഞ്ഞിട്ട് BTech എടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് MTechലേക്കും പോകാം. അതെല്ലാം പോളി ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ KSCB-യിലും വാട്ടർ അതോറിറ്റിയിലും ഒക്കെ നിങ്ങൾക്ക് PSC എഴുതിക്കൊണ്ട് വളരെ വേഗത്തിൽ ജോബിലേക്ക് വരാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്കിൽ ഓറിയന്റഡ് ആയ കോഴ്സാണ് പോളിടെക്നിക് ഡിപ്ലോമ. ഈ 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഷോർട്ട് ടേം കോഴ്സ് ഉണ്ട്, ലോങ് ടേം കോഴ്സ് ഉണ്ട്, വെരി ലോങ് ടേം കോഴ്സ് ഉണ്ട്. അതിന് നമ്മൾ കൃത്യമായിട്ടാണ് ITIയിലൊക്കെ 1 വർഷത്തെ കോഴ്സ് ഉണ്ട്, 6 മാസത്തെ കോഴ്സ് ഉണ്ട്, +2 2 വർഷമാണ്, ഈ പോളിടെക്നിക്കിൽ 3 വർഷത്തെ കോഴ്സ് ഉണ്ട്. ഇങ്ങനെ ഓരോ കോഴ്സുകളും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിലെ ഷോർട്ട് ടേം കോഴ്സിൽ പെട്ടതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂരിലുള്ള കോഴ്സാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടുന്ന സർക്കാർ തലത്തിലുള്ള കോഴ്സുകളുണ്ട്. നമ്മുടെ കോഴിക്കോട് പോളിടെക്നിക്കിൽ കോസ്മെറ്റോളജി പോലുള്ള കോഴ്സുകളുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഇറ എന്ന് പറയപ്പെടുന്ന IT-യുടെ ഒരു ബൂമിങ്ങിൻ്റെ ഇറയിലാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയപ്പെടുന്നത് തന്നെ IT ആണ്. ആർട്ടിഫിഷ്യൽ ഇന്നത്തെ പത്രമായി വാർത്ത നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇനി സ്കൂളുകളുടെ പഠന മാധ്യമവും AI ബേസ്ഡ് ആവുന്നു, അതിൻ്റെ വാല്യുവേഷൻ AI ബേസ്ഡ് ആവുന്നു തുടങ്ങിയ മേഖലയിലേക്കൊക്കെ കേരളം തന്നെ മാറാൻ പോവുകയാണ്. ഇന്ത്യ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല ഡിമാൻഡായിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അതിൽ AI പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, 3D പ്രിൻറ്റിംഗ് പോലുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളിലൊക്കെ വലിയ സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖല കേരളത്തിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞു പോകുന്ന മേഖലയിൽ തന്നെ ഏകദേശം 30ഓളം ഉണ്ട്. 100-ലധികം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. ഓരോ ബ്രാഞ്ചിൽ നിന്നും, ട്രഡീഷണൽ ബ്രാഞ്ചിൽ നിന്ന് മാറിയിട്ട് ട്രഡീഷണൽ ബ്രാഞ്ചുകൾ എന്നൊക്കെ പറയപ്പെടുന്ന സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ പോലുള്ള ട്രഡീഷണൽ ബ്രാഞ്ചുകളുണ്ട്. എല്ലാ കാലത്തും ഓപ്പണിങ്സ് ഉള്ള, സ്കോപ്പ് എന്നുള്ള ഞാൻ പറയുന്ന ഓപ്പണിങ്സ് ഉള്ള അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. കാരണം നാരോ ഓപ്പണിങ്സ് ഉള്ളതുണ്ട്, വൈഡ് ഓപ്പണിങ്സ് ഉള്ളതുണ്ട്. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നത്, അതൊരു വൈഡ് ഓപ്പണിങ്സ് ആണ്. മെക്കാനിക്കൽ കഴിഞ്ഞ ഒരാൾക്ക് മറൈനിലേക്ക് പോകാം, പിന്നെ എയറോനോട്ടിക്കലിലേക്ക് പോകാം, മോട്ടോർ മേഖലയിലേക്ക് പോകാം, എല്ലാ മേഖലയിലേക്കും പോകാം. പക്ഷേ അതുപോലെ തന്നെ ഒരു മറൈനിലേക്ക് പഠിക്കാൻ പോയ ഒരാൾക്ക് തിരിച്ച് എയറോനോട്ടിക്കലിലേക്ക് വരാൻ സാധിക്കില്ല. ആ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ ഒരു ബ്രാഞ്ചുകൾ എടുക്കേണ്ട ആവശ്യം വരിക. എഞ്ചിനീയറിംഗ് മേഖലയിൽ വളരെയധികം സാധ്യതയുള്ള ഒരു പ്രവേശന പരീക്ഷയാണ് JEE മെയിൻ. രാജ്യത്തെ 31 NIT-കളിലേക്കും 23ഓളം IIT-കളിലേക്കും IIIT-കളിലേക്കും സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കും അങ്ങനെ 116ഓളം സ്ഥാപനങ്ങളിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമാണ് JEE മെയിൻ. JEE അഡ്വാൻസിന്റെ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റും കൂടിയാണ്. വളരെ കഴിവുള്ള 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ പരിശീലനത്തിലൂടെ നേടിയെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ദേശീയ സ്ഥാപനങ്ങളിലേക്ക് വരാൻ, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തിളങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ കമ്പനി പ്ലേസ്മെന്റ് ഓക്കെയാണ്. അതുപോലെ തന്നെ JEE അഡ്വാൻസ് 23 IIT-കളിലേക്കും അതുപോലെയുള്ള നാഷണൽ ഇമ്പോർട്ടൻസ് സ്ഥാപനങ്ങളിലേക്കും
എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഇന്ത്യയിലെ ലോക പ്രശസ്ത സ്ഥാപനങ്ങളാണ് JEE, IIT സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ JEE മെയിനിൽ നിന്നും സെലക്ട് ചെയ്യുന്ന 2.5 ലക്ഷം കുട്ടികൾക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് IIT-കളിലേക്ക് താല്പര്യമുള്ള സ്വപ്നം കാണുന്ന കുട്ടികൾ എഴുതേണ്ട 10ാം ക്ലാസ് കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമാണ് JEE മെയിൻ ആൻഡ് JEE അഡ്വാൻസ്. നാറ്റ എന്ന് പറയുന്നത് ആർക്കിടെക്ചർ എൻട്രൻസ് എക്സാം ആണ്. കേരളത്തിൽ നാറ്റയ്ക്ക് പരീക്ഷയില്ല. കേരളത്തിലെ കീം വെബ്സൈറ്റിൽ ഷെരീഫ് പറയും, ഡ്രോയിങ് ടെസ്റ്റ്, ആസ്തറ്റിക് സെൻസിറ്റീവ് ടെസ്റ്റ് പോലെയുള്ള കഴിവുള്ളവർക്ക് ആർക്കിടെക്ചർ മേഖലയിൽ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാറ്റ സ്കോറും +2 സെക്കൻഡ് ഇയർ മാർക്കും പരിഗണിച്ചുകൊണ്ടാണ് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ വിജയിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ തിളങ്ങാൻ കഴിയും. IIT അതുപോലെ തന്നെ NIT തുടങ്ങിയ മേഖലയിലുള്ള സ്ഥലങ്ങൾ ഒഴികെയുള്ള എല്ലാ കോളേജുകളിലേക്കും നാറ്റ വഴി നമുക്ക് ആർക്കിടെക്ചർ പഠിക്കാം. പക്ഷേ IIT-യിലേക്കും NIT-യിലേക്കും മറ്റൊരു ടെസ്റ്റാണ്. NIT-യിലേക്കാണെങ്കിൽ പേപ്പർ 2 എഴുതണം. അതുപോലെ തന്നെ IIT-യിലേക്കാണെങ്കിൽ പിന്നെ ജോയിൻ്റ് അഡ്വാൻസ് എഴുതിയിട്ട് അതിൽ പിന്നെ ആർക്കിടെക്ചറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയപ്പെടുന്ന ടെസ്റ്റുകളാണ് പ്രത്യേകമായിട്ട് എഴുതേണ്ടി വരിക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എന്ന് പറയുന്ന കീമാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനാണ് കീമിൽ പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ്, മെഡിസിന്, ആർക്കിടെക്ചർ, അലൈഡ് ഹെൽത്ത് സയൻസ് ഇതിനൊക്കെ അപേക്ഷിക്കണം. അതിൽ പരീക്ഷ എഴുതേണ്ടി വരുന്ന എഞ്ചിനീയറിംഗിനും അതുപോലെ തന്നെ ഫാർമസിക്കാണ്. ഈ വർഷം 1,68,000 ആളുകളാണ് അപേക്ഷിച്ചിട്ടുള്ളത് ഈ വർഷം തന്നെ. അതിൽ തന്നെ 1,12,000 ആളുകളാണ് നമ്മുടെ ഫാർമസിയും എഞ്ചിനീയറിംഗിനും അപേക്ഷിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗിന് മാത്രമായിട്ട് 60,000 ആളുകളും 18,000 ആളുകൾ ഫാർമസിക്ക് മാത്രമായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ അതിൽ വരുന്നത് നമ്മുടെ 1,12,000 ആളുകളും അപേക്ഷിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ മെഡിക്കൽ മേഖലയിലേക്കാണ്. ആ മെഡിക്കൽ മേഖല എന്ന് പറഞ്ഞാൽ അപേക്ഷ മാത്രമാണ്. കാരണം അതിൻ്റെ എൻട്രൻസ് മറ്റൊന്നാണ്. നിങ്ങൾ ആരെങ്കിലും നീറ്റ് എഴുതിയിട്ട് അല്ലെങ്കിൽ നീറ്റിന് അപ്ലിക്കേഷൻ കൊടുത്ത് കേരളത്തിലെ എൻട്രൻസിൽ കീമിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിങ്ങൾ നീറ്റിന് അപേക്ഷിക്കുകയും നീറ്റ് എഴുതാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ കീമിന് അപ്ലൈ ചെയ്യുകയും വേണം എന്നുകൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു. കീമിന്റെ ബേസിൽ 2 റാങ്ക് ലിസ്റ്റ് ആണ് വരുന്നത്. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ഉണ്ട്, ഫാർമസി റാങ്ക് ലിസ്റ്റ് ഉണ്ട്. കീമിന്റെ മാർക്കിന്റെ സ്കോറിംഗ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റമുണ്ട്. 75 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സിൽ നിന്ന്, 45 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്ന്, 30 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ നിന്ന്. ഫാർമസി ആഗ്രഹിക്കുന്ന കുട്ടികൾ കെമിസ്ട്രിയിലാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. IIST എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി ഇന്ത്യയിൽ തന്നെ ഏഷ്യയിൽ തന്നെ വളരെ വിലപിടിപ്പുള്ള ഗ്ലാമർ സ്ഥാപനമായി തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. JEE അഡ്വാൻസിലെ 1000 റാങ്കിന് ഉള്ളിൽ വരുന്ന 5 കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്ന ലോകത്തിലെ തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തമായ IIST സ്ഥാപനത്തിലേക്ക് താല്പര്യമുള്ളവർ എൻട്രൻസിന് വേണ്ടി ഒരുങ്ങുക. CGPA കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ ആ പൈസ തിരിച്ചടക്കേണ്ടി വരും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഐസർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ശാസ്ത്ര ഗവേഷണ മേഖലയിൽ താല്പര്യമുള്ള, ആ മേഖലയിൽ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലാൻ ചെയ്ത് +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതിക്കൊണ്ട് ഇന്ത്യയിലെ 7 സ്ഥാപനങ്ങളിൽ കേരളത്തിൽ തിരുവനന്തപുരത്തുണ്ട്. ഐസറിലേക്ക് ഇപ്പോൾ നേരത്തെ 2-3 ചാനലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരു ചാനൽ മാത്രമാക്കി ചുരുക്കിയിരിക്കുകയാണ്. IIT എന്നാണ് എൻട്രൻസിന്റെ പേര്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ ഐസർ മേഖലയിലേക്ക്, ഗവേഷണ രംഗത്തേക്ക്, ശാസ്ത്ര മേഖലയിലേക്ക് നിങ്ങൾക്ക് കുതിക്കാൻ കഴിയുമെന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതിൽ താല്പര്യമുള്ളവർ 10ാം ക്ലാസ് കഴിഞ്ഞ +2 കഴിഞ്ഞ കുട്ടികൾ ശ്രദ്ധിക്കുക. ഈ ഐസർ നൈസർ പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് നാളെ PSC ചെയ്തിട്ട് ഒരു ക്ലർക്കാവാനാണെങ്കിൽ ഈ കോഴ്സ് ചെയ്യാൻ പോകരുത്, ദയവ് ചെയ്തിട്ട്. ഈ കോഴ്സിന് PSC അംഗീകാരം ഉണ്ടോ ഇല്ലെന്നും ചോദിക്കരുത്. കാരണം ഇതൊരു ഗവേഷകരെ ഉണ്ടാക്കാൻ, ഒരു ശാസ്ത്രജ്ഞന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഐസർ നൈസർ പോലുള്ള സ്ഥാപനങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന മറ്റൊരു എൻട്രൻസ് എക്സാമിനേഷനാണ് കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അവിടെ ഒരുപാട് നല്ല കോഴ്സുകളുണ്ട്. കുസാറ്റിൻ്റെ എൻട്രൻസും വളരെ ആളുകൾ എഴുതുന്നൊരു എൻട്രൻസ് ആണ്. ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള എൻട്രൻസ് ആണ്. BTech MTech കൂടാതെ LLB അതുപോലെ തന്നെ MSc ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ കൂടി ഈ പറയപ്പെടുന്ന കുസാറ്റിലുണ്ട്. മറ്റൊന്നാണ് മറൈൻ എഞ്ചിനീയറിംഗ്.
മറൈൻ എഞ്ചിനീയറിംഗും പിന്നെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ചെന്നൈയുടെ കീഴിലാണ് മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, മറൈൻ എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതിൻ്റെ അംഗീകാര ബോഡികളുണ്ട്, ഒരുപാട് കോളേജുകളുണ്ട്. ഈ കോളേജുകളൊക്കെ ഏത് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്, മറൈൻ യൂണിവേഴ്സിറ്റിയിൽ കൃത്യമായി അഫിലിയേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി ആണോ എന്ന കാര്യം കൂടി ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മറൈൻ എഞ്ചിനീയറിംഗിന് പോകാൻ വേണ്ടിയിട്ട്. ഹൗ ടു ബിക്കം എ പൈലറ്റ്. ഇപ്പോൾ കുട്ടികളുടെ ഒരു ട്രെൻഡാണ് പൈലറ്റ് ആവണം, ആകാശത്തോളം ഉയരണമെന്നത്. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തും തിരുവല്ലയിലും എറണാകുളത്തുമൊക്കെ ഇതിനെ ചെക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ DGCEയുടെ സൈറ്റിൽ പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് DGCEയുടെ 5 പേപ്പർ, തിയറി പേപ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വിജയിക്കണമെങ്കിൽ 70% മാർക്ക് ലഭിക്കണം. അതിനുശേഷം സ്റ്റുഡൻസ് പൈലറ്റ് ലൈസൻസ്, PPL പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്, അടുത്തത് CPL കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ്. അതായത് 210 മുതൽ 250 മണിക്കൂർ വരെയുള്ള ട്രെയിനിങ് ആണ് കൊമേഴ്സ്യൽ പൈലറ്റ്. അങ്ങനെ കൊമേഴ്സ്യൽ പൈലറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകാശത്തോളം ഉയർന്നുകൊണ്ട് പൈലറ്റ് ജോലി ചെയ്യാൻ സാധിക്കും. പൈലറ്റ് ആവുന്നതോടൊപ്പം തന്നെ ഒരു അസിസ്റ്റന്റ് പൈലറ്റ് ആയിട്ടാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരിക. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബിക്കം എ പൈലറ്റ് ആവുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും നല്ല സ്ഥാപനങ്ങളാണ് ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇന്ദിരാഗാന്ധി നമ്മുടെ രാഷ്ട്രീയ ഉറാൻ അക്കാദമി. ഏറ്റവും നല്ല ഒരു 10-23 ലക്ഷം രൂപ വരെ ഫീസ് വരും. നേരത്തെ പറഞ്ഞു SPL സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ്, പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്, ഈ തരത്തിലേക്കാണ് അത് പോവുക. ഡിസൈൻ ഈ മേഖലയിൽ തിളങ്ങാൻ ആഗ്രഹിക്കുന്ന ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഡിസൈൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനം എന്ന് പറയുന്നത് NID അഹമ്മദാബാദ് ആണ്. ഇന്ത്യയിലെ ടോപ്പ് ഡിസൈനാണ്. അവിടുത്തെ എൻട്രൻസ് ടെസ്റ്റ് ഡാറ്റ് ആണ്, ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതുപോലെ കേരളത്തിൽ പഠിക്കാൻ പറ്റിയ NIFT സ്ഥാപനങ്ങളുണ്ട്. കണ്ണൂരാണ് നമ്മുടെ സെൻറ്റർ, ഏറ്റവും അടുത്ത് 16 സെൻറ്ററുകളുണ്ട്. ഈ സ്കിൽ ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ NIFTയിൽ ചേരാം. അങ്ങനെ ഡിസൈൻ മേഖലയിൽ നിങ്ങൾക്ക് തിളങ്ങാൻ കഴിയും. അതുപോലെ തന്നെ UCD ഉണ്ട്. അതിൽ IIT-കളുടെ ഡിസൈനിങ് കോഴ്സുകൾ പഠിക്കണമെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈനിങ് എന്ന് പറയപ്പെടുന്ന ടെസ്റ്റ് എഴുതണം. ഈ ടെസ്റ്റിൻ്റെ മാർക്ക് വെച്ചിട്ട് ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പേൾ അക്കാദമി പോലുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൂടി പരിഗണിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കുണ്ടറയിലുള്ള, കൊല്ലത്ത് കുണ്ടറയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ബാച്ചലർ ഓഫ് ഡിസൈനിങ് എന്ന് പറയപ്പെടുന്ന 4 വർഷത്തെ കോഴ്സ് ഉണ്ട്. ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്, നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. LBS ആണ് എൻട്രൻസ് നടത്തുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് നമ്മുടെ നീറ്റ് എന്ന് പറയപ്പെടുന്ന എല്ലാവർക്കും അറിയാം. നീറ്റ് നേരത്തെ ഒരുപാട് 90കളോളം എൻട്രൻസുകൾ ഉണ്ടായിരുന്നു ഒരു മെഡിക്കൽ പഠനത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതൊക്കെ ചുരുക്കിയിട്ട് ഒറ്റ എൻട്രൻസ് ആയി. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് എത്ര സീറ്റുകളുണ്ട്. എല്ലാവർക്കും നാളെ ഡോക്ടർ ആവേണ്ടവർ ഡോക്ടർ ആവണം, എല്ലാവരും ഡോക്ടർ ആവാൻ നോക്കരുത്. കഴിഞ്ഞ 8 വർഷത്തെ ഒരു ഡാറ്റ ഉണ്ട് നമ്മുടെ കയ്യിൽ. 11 ലക്ഷമായിരുന്നു 8 വർഷം മുമ്പ് അപേക്ഷകരുടെ എണ്ണം. ഈ വർഷം 23 ലക്ഷം ആളുകളാണ് ഈ വർഷം എൻട്രൻസ് എഴുതുന്നത്. 23 ലക്ഷം ആളുകൾ. അതിൽ കേരളത്തിൽ തന്നെ 1,48,000 ആളുകൾ കേരളത്തിൽ നിന്ന് മാത്രം അപേക്ഷിച്ചിട്ടുണ്ട്. 1,12,000 ആളുകൾ നമ്മുടെ കീമ് വഴി അപേക്ഷ കൊടുത്തിട്ടുണ്ട് നിലവിൽ. പക്ഷേ 1,48,000 ആളുകൾ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, കഴിഞ്ഞ 8 വർഷം ഉണ്ടായ ഒരു മാറ്റം. 23 ലക്ഷം. ആകെ സീറ്റുകളുടെ എണ്ണം എന്ന് പറയപ്പെടുന്നത് 1 ലക്ഷത്തിൽ താഴെയാണ്. ഏകദേശം 1 ലക്ഷം സീറ്റുകൾ മാത്രമാണ്. ആ 1 ലക്ഷം സീറ്റുകൾ എന്ന് പറയപ്പെടുന്നത് ഇത്രയും ആളുകൾ, 23 ലക്ഷം ആളുകൾ ഫൈറ്റ് ചെയ്തതിനു ശേഷമാണ് ഉണ്ടാവേണ്ടത്. അതിൽ കേരള കേഡറിലുള്ളത് വളരെ കുറവ്. അതിൽ എത്രത്തോളം വരുമെന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് നമ്മൾ സ്ട്രെസ്ഫുൾ ആവും. നിങ്ങളൊരു പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാനിങ് കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. MBBS മാത്രം, MBBS അതുപോലെ തന്നെ BDS, BHMS, BAMS, BUNS, BYNS കേരളത്തിലില്ല. മറ്റുള്ള എല്ലാ കോഴ്സുകളും, അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി ആൻഡ് അനിമൽ ഹസ്ബൻഡറി, പിന്നെ നമ്മുടെ അഗ്രികൾച്ചർ തുടങ്ങിയ കോഴ്സുകൾ കൂടി ഉണ്ട്. ഈ നേരത്തെ എയിംസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതുപോലെ തന്നെ ജിപ്മർ പോണ്ടിച്ചേരിയുള്ള സ്ഥാപനം, ഇതൊക്കെയാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിന് സെപ്പറേറ്റ് എൻട്രൻസ് ആയിരുന്നു. ഇപ്പോൾ ഇതുകൂടി നമ്മുടെ നീറ്റിൻ്റെ ഭാഗമായിരുന്നു. നീറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ AFMCയും നീറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രത്യേക ടെസ്റ്റുകളിലൂടെയാണ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് MBBS ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ കൗൺസിലിംഗ് മെഡിക്കൽ കൗൺസിലാണ് നടത്തുക. ആ കൗൺസിലിംഗ് സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഫീസാണ്. 340 രൂപക്കും പഠിക്കാം, ഏകദേശം 1 കോടി രൂപക്കും പഠിക്കാം. ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയുണ്ടാവണം. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുമ്പോഴേക്ക് 2 ലക്ഷം രൂപ കെട്ടിവെക്കാൻ പറ്റണം. മറ്റേതാണെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ കെട്ടിവെക്കേണ്ടതുണ്ട്. ഈ കാര്യം നോക്കി കൃത്യമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. ഇനി ഈ നീറ്റും കീമു വഴി പോകാൻ പറ്റുന്നത്
നീറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കുകയും നീറ്റ് എഴുതുകയും കീമിന് അപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ MBBS BDS BAMS BHMS BSc അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷറീസ് അതുപോലെ തന്നെ വെറ്റിനറി ആൻഡ് ആനിമൽ ഹസ്ബൻഡറി BCom ആൻഡ് ബാങ്കിങ് എൻവയോൺമെൻറ്റൽ സയൻസ് ബയോകെമിസ്ട്രി നമ്മുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ബയോടെക്നോളജി BSMS BUMS തുടങ്ങിയ കോഴ്സുകളിലേക്കൊക്കെ നീറ്റ് എഴുതിയിട്ട് കേരളത്തിൽ എൻട്രൻസിനും കൂടി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് വെച്ച് നമുക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ് BSc നഴ്സിംഗ്. BSc നഴ്സിംഗ് കേരളത്തിൽ ഇതുവരെ ഒരാശങ്ക ഉണ്ടായിരുന്നു, എൻട്രൻസ് പരീക്ഷയുടെ ബേസിലാണ് ഈ വർഷം മുതൽ നഴ്സിംഗ് എന്ന്. പക്ഷേ കുട്ടികൾ ശ്രദ്ധിക്കുക, +2 കിട്ടുന്ന മാർക്കിന്റെ ബേസിലാണ് LBS ആണ് അതിന്റെ നോട്ടിഫിക്കേഷൻ ഈ പ്രാവശ്യവും കൊടുക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ ദേശീയ സ്ഥാപനങ്ങളായ എയിംസിലും ജിപ്മറിലും AFMCയിലും മിലിറ്ററി നഴ്സിംഗിനുമൊക്കെ ഉള്ള പ്രവേശന പരീക്ഷകളിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 8ഓളം സ്ഥാപനങ്ങളിൽ നീറ്റിന്റെ സ്കോർ പരിഗണിക്കുന്നുണ്ട്. കേരളത്തിൽ അത് +2 മാർക്ക് തന്നെയാണ്. പക്ഷേ 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, അടുത്ത 2 വർഷത്തിന് ശേഷമൊക്കെ BSc നഴ്സിംഗ് ഒരു എൻട്രൻസ് ബേസിലായിരിക്കുമെന്നും കൂടി മനസ്സിലാക്കുക. എല്ലാം ഒരു കുടക്കീഴിലേക്ക് വരികയാണ്. വളരെ അധികം മത്സരബുദ്ധിയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ഈ മേഖലയിലേക്ക് വരിക. 1200 മാർക്ക് കിട്ടുന്നവർക്കാണ് BScയിലെ കട്ട് ഓഫ് മാർക്ക് പോലും കേരളത്തിൽ എന്ന് പറയുമ്പോൾ ആ കോഴ്സിന് വലിയ സാധ്യതകളുണ്ട് വിദേശത്തായാലും. നഴ്സിംഗിന്റെ കാര്യത്തിൽ പ്രത്യേകം ഈ വർഷം ശ്രദ്ധിക്കേണ്ടത്, എൻട്രൻസ് വരുമെന്ന് പറഞ്ഞു, എൻട്രൻസ് ഇല്ല. അതേസമയത്ത് ഈ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് കോളേജുകളാണ് നഴ്സിംഗിലുള്ളത്. ഓരോ കോളേജിലും സെപ്പറേറ്റ് ആപ്ലിക്കേഷനാണ് ഈ വർഷം വിളിക്കാൻ പോകുന്നത്. ഒരു സർക്കാരുമായിട്ടുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. നേരത്തെ 2 അസോസിയേഷനുകളായിരുന്നു. ഓരോ അസോസിയേഷനും പ്രൈവറ്റ് നഴ്സിംഗ് കൗൺസിൽ അസോസിയേഷനും അതുപോലെ തന്നെ കാത്തലിക് അസോസിയേഷനും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് കോളേജുകൾക്ക് അപേക്ഷ വിളിക്കും. പക്ഷേ ഈ വർഷം ഓരോ GST ബന്ധപ്പെട്ട പ്രശ്നം കൊണ്ട് ഓരോ കോളേജുകളിലേക്കും സെപ്പറേറ്റാണ് അപേക്ഷ വിളിക്കാൻ ശ്രമിക്കുന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ നേരിട്ട് പ്രൈവറ്റിൽ പഠിക്കുന്ന അതാത് കോളേജുകൾ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. എൻട്രൻസ് വഴിയാണ്. എൻട്രൻസ് അല്ലാതെ നിങ്ങളാണെങ്കിൽ +2 മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് വെച്ചിട്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് ആ രീതിയിൽ പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AFMCയുടെ സ്ഥാപനത്തിൽ തന്നെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലാണ് മിലിറ്ററി നഴ്സിംഗ് വരുന്നുള്ളത്. അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. പിന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് പാരാമെഡിക്കൽ കോഴ്സ്. +2 കഴിഞ്ഞ് ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ച കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് പാരാമെഡിക്കൽ കോഴ്സ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് പാരാമെഡിക്കൽ കോഴ്സ്. കുറേ ടെർമിനേറ്റ് കോഴ്സുകളുണ്ട്, ഹയർ സ്റ്റഡിക്ക് സാധ്യതയുള്ള കോഴ്സുകളുണ്ട്. പാരാമെഡിക്കലിൽ +2 മാർക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഇവിടെ നൽകുന്നത്. പാരാമെഡിക്കൽ കോഴ്സ് ആ മേഖലയിൽ അതിൻ്റെ ജോലി സാധ്യത, അതിൻ്റെ ടൈം ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം പോകുക. എവർഗ്രീൻ കോഴ്സുകളൊക്കെ ഉണ്ട്, MLT അതുപോലെ തന്നെ VCVT BSLP പോലെയുള്ള കോഴ്സുകളൊക്കെ സാധ്യതയുണ്ട്. ഫിസിയോതെറാപ്പി പോലെയുള്ള കോഴ്സുകളൊക്കെ സാധ്യതകളുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. ഇതിന്റെ ഓപ്പണിങ്സ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. സാറേ, ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം ഇതിന് എത്രത്തോളം ജോലി സാധ്യതയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നമുക്കൊരു ഹാർട്ടിനൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് സർജറിയാണ്, ഓപ്പൺ സർജറിയാണ്. ഓപ്പൺ സർജറി ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നമുക്ക് ടെക്നീഷ്യൻസിൻ്റെ എണ്ണം കൂടുതൽ വേണം. ഇപ്പോൾ അത് മാറിയിട്ട് കീഹോൾ സർജറിയായി. കീഹോൾ സർജറി ആകുമ്പോൾ നമുക്ക് ഒരാളൊക്കെ മതി. ആ മേഖലയിൽ എത്രത്തോളം ജോലി ഓപ്പണിങ്സ് ഉണ്ട് എന്ന കാര്യം കൂടി നോക്കിയിട്ട് മാത്രമാവണം നിങ്ങൾ പ്രധാനപ്പെട്ട ബാച്ചലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി പോലുള്ള കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ BSL ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി തുടങ്ങിയ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നല്ല ക്ഷമയുണ്ടാവണം. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകളൊന്നും ഈ കുട്ടീനെ സംസാരിപ്പിക്കാനോ ഒന്നും ശ്രമിക്കാൻ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് നല്ല ക്ഷമയുള്ളവർ മാത്രമേ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി അതുപോലെ തന്നെ നമ്മുടെ ഡയാലിസിസ് ടെക്നീഷ്യൻ, ഈ നമ്മുടെ പെർഫ്യൂഷൻ ടെക്നോളജി തുടങ്ങിയ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രം മുമ്പോട്ട് പോവുക. ഒരു കോഴ്സ് എടുക്കാൻ നിൽക്കുന്നതിൽ കാര്യമില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അടുത്തതായി +2 കഴിഞ്ഞ ഏത് ഗ്രൂപ്പുകാർക്കും പോകാൻ പറ്റുന്ന നല്ലൊരു രാജ്യത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോഴ്സായി മാറിയിരിക്കുന്നു ലീഗൽ സ്റ്റഡീസ്. ഇതിലെ രാജ്യത്തെ 23ഓളം നിയമ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശന പരീക്ഷ CLAT എന്ന് പറയുന്ന കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റാണ്. ആ ബേസിൽ കേരളത്തിൽ അഡ്മിഷൻ നൽകുന്ന ഒരു സ്ഥാപനമുണ്ട്, നുവാൽസ് കൊച്ചിയിലാണ്. ദേശീയ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, നിയമരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന കോഴ്സാണ്
ഏത് ലീഗൽ സ്റ്റഡീസ്, കേരളത്തിലെ ക്ലീ എന്ന് പറയുന്ന കേരള ലോ എൻട്രൻസ് പരീക്ഷകളുണ്ട്. കേരളത്തിലെ ലോ കോളേജുകളിൽ അതിൻ്റെ ബേസിലാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. ഈ ക്ലാറ്റ് ലോ അഡ്മിഷൻ ടെസ്റ്റ് അതുപോലെ അത് 2024 2023 തന്നെ ഡിസംബറിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2025 2024 നടക്കുക എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കുസാറ്റ്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന മറ്റൊരു എവർഗ്രീൻ സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുന്ന കുസാറ്റിലും നിയമബിരുദമുണ്ട്. BBA LLB, BCom LLB. അതുപോലെ തന്നെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ അതുപോലെയുള്ള കോഴ്സുകളുണ്ട്. അടുത്ത കോഴ്സായി ഞാൻ പറയുന്നത് ജിപ്മാറ്റാണ്, ജോയിന്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ്. മാനേജ്മെന്റ് മേഖല എന്ന് പറയുന്നത്, ബിസിനസ് മേഖല എന്ന് പറയുന്നത്, എഡ്യൂകഫെ പോലെയുള്ള ഇവന്റുകൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റ് വിദഗ്ധന്മാരെ വാർത്തെടുക്കുന്ന ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ സ്ഥാപനങ്ങൾ IIM ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന 5ഓളം സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. IP മാറ്റ് എന്ന എൻട്രൻസ് ടെസ്റ്റിലൂടെ മാനേജ്മെന്റ് വിദഗ്ധരായിക്കൊണ്ട് ഈ മേഖലയിൽ തിളങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. 5 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് MBA കഴിയുകയും മാനേജറിയൽ പൊസിഷനിൽ എത്താൻ സാധിക്കും. പക്ഷെ ഫീസ് വളരെ വലുതാണ് എന്ന കാര്യം കൂടി ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു. ട്രാവൽ ആൻഡ് ടൂറിസം കോവിഡിന് ശേഷം ഇപ്പോൾ എവർഗ്രീൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം. അതിന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ്, ലീഡർഷിപ്പ് സ്കില്ല്, കപ്പാസിറ്റി ഫോർ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ, ജിയോഗ്രഫിക് നോളജ് ഉള്ള കുട്ടികൾക്ക് ഈ മേഖലയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ, ലീഡർഷിപ്പിലൂടെ വെറുതെ സ്കോറും എപ്ലസും ശ്രദ്ധിക്കാതെ നമ്മുടെ ഡൈവേഴ്സിറ്റി നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ തിളങ്ങാൻ പറ്റും. കിഡ്സ് പോലെയുള്ള തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല സ്ഥാപനം ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വന്ന ചോദ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യങ്ങൾ ഫോറൻസിക് സയൻസിനെ കുറിച്ചായിരുന്നു. അതൊക്കെ മാറിപ്പോൾ വീണ്ടും ഈ വർഷം മുതൽ വന്നു തുടങ്ങിയിട്ടുള്ള വീണ്ടും ഏവിയേഷനെ കുറിച്ചാണ്. ഈ ട്രാവൽ ആൻഡ് ടൂറിസം നിങ്ങൾക്ക് ഏവിയേഷൻ ഒരു സ്ഥലത്ത് ടിക്കറ്റ് വിൽക്കുന്ന അല്ലെങ്കിൽ ട്രാവൽസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കണമെന്നൊന്നുമില്ല. അതിന് അയാട്ട പോലുള്ള അല്ലെങ്കിൽ ഫിയാട്ട പോലുള്ള കോഴ്സുകൾ പഠിച്ചാലും മതി. അതിൽ BBA ഒക്കെ ഉണ്ട്. അതിന് ഏവിയേഷൻ സ്റ്റഡീസ് തന്നെ പഠിക്കണമെന്ന ധാരണ തെറ്റാണ്. പക്ഷെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനം കൃത്യമായിട്ട് അതിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ടോ, അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നോ, കഴിഞ്ഞ് എത്ര ആളുകൾ പ്ലേസ്ഡ് ആയി എന്ന കാര്യം കൂടി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഏവിയേഷൻ മേഖലയിലേക്ക് പോകാൻ പാടുള്ളൂ. കാരണം നാരോ ഓപ്പണിങ്സ് ഉള്ളതും വൈഡ് ഓപ്പണിങ്സ് ഉള്ളതും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവുക. അതോടൊപ്പം തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിൽ നമുക്ക് തിളങ്ങണമെങ്കിൽ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയപ്പെടുന്ന കോഴ്സ്, അതുപോലെ തന്നെ PG ഡിപ്ലോമ കോഴ്സുകൾക്കൊക്കെ പോകുമ്പോഴേക്ക് ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിൻ്റെ പേരാണ് NCHMCT, നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. അതിനൊരു ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ആ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ കേരളത്തിലെ 13ഓളം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെ 2 വർഷത്തെ കോഴ്സുകളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്കുണ്ട്, +2 കഴിഞ്ഞവർക്കുണ്ട്. അവിടെ ഫുഡ് ആൻഡ് ബേക്കറി കോൺഫിഗറേഷണറി, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബീവറേജ് സർവീസസ് തുടങ്ങിയ ഒരുപാട് കോഴ്സുകളുണ്ട്. അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോഴ്സുകൾ. നിങ്ങളിപ്പോൾ ഈ കോവിഡ് സമയത്ത് നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ കേക്ക് മേക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് കഴിഞ്ഞാൽ ഒരു കോഴ്സും ആവും, ലൈസൻസ് കിട്ടാനത് വളരെ എളുപ്പവുമാകുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് ആണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ. CUET PG ഉണ്ട്, CUET UG ഉണ്ട്. ഓരോ വർഷവും അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷം ഡൊമൈൻ സബ്ജക്റ്റുകളുടെ എണ്ണം കൂടി. ഇന്നലെ സബ്ജക്റ്റുകളുടെ സമയക്രമം വന്നു. എൻട്രൻസ് എക്സാമിൽ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ പരീക്ഷകളാണ് നടക്കുക, എത്ര ഭാഷകളുണ്ട് എന്ന് കൃത്യമായിട്ട്. ഇന്ത്യയിലെ 44 പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ BA കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ BSc കോഴ്സുകളിലേക്ക്, BVOC കോഴ്സുകളിലേക്ക് ഒക്കെ നമ്മൾ CUET വഴി നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. CUET വഴി അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപേക്ഷ കഴിഞ്ഞതിന് ശേഷം അതാത് യൂണിവേഴ്സിറ്റികൾ റാങ്ക് ലിസ്റ്റ് ഇട്ടതിന് ശേഷം ആ യൂണിവേഴ്സിറ്റികളാണ് അതിൻ്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ നടക്കുക. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്ന് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മുടേതായ ഒരു അസൈൻമെൻറ്റ് ഉണ്ടാക്കണം. അത് ഈ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ +2 പോകുന്ന, ഇപ്പോൾ നാളെ റിസൾട്ട് വരും. 10ാം ക്ലാസ്സിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞു. അടുത്ത ആഴ്ച തന്നെ റിസൾട്ട്, മെയ് 1st വീക്കിനോട് റിസൾട്ട് വരും. ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് നമ്മളൊരു കോളം വെച്ചിട്ട് എനിക്ക് പറ്റിയ സ്കൂളുകൾ ഏതൊക്കെ, ആ സ്കൂളിൽ ഇന്ന കോഴ്സ്, അവിടുത്തെ സയൻസ് മാത്രം മതിയാണെങ്കിൽ സയൻസിൻ്റെ കോഡ്, സയൻസിൽ ഇനി കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് ഒരുപാട് ഡിഫറൻ്റ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഡിഫറൻറ്റ്, ഇതൊക്കെ എഴുതി വെച്ച് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ CUET-യിലും നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. CUET-യിൽ ആർട്സ്, സയൻസ്, ഫാർമസി, എഞ്ചിനീയറിംഗ്, പാരാമെഡിക്കൽ, അഗ്രികൾച്ചർ, ലോ, ഡിസൈനിങ് ഒരുപാട് മേഖലയാണ്. ഇപ്പോൾ നേരത്തെ കീമ് വഴി കേരളത്തിലെ അഗ്രികൾച്ചറിലെ 85% കോളേജിലേക്ക് 15% ഓൾ ഇന്ത്യ കോട്ടയാണ്. ആ അഗ്രികൾച്ചറിലേക്ക് ഐക്കറിൻ്റെ നമ്മുടെ CUET എഴുതിയാൽ മതി. CUET എഴുതിയിട്ട് നമുക്ക് ആ വഴിയും നമുക്ക് അഗ്രികൾച്ചറിന് പോകാൻ പറ്റുമെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻസി CA കൊമേഴ്സ് മേഖലയിലെ ശ്രദ്ധിക്കപ്പെടുന്ന പ്രൊഫഷണൽ കോഴ്സുകളാണ്
CA, CS, CMA പോലെയുള്ള കോഴ്സുകൾ, കോഴ്സ് മാനേജ്മെന്റ് അക്കൗണ്ടിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആമസോമിന് ഇത്ര വരുമാനമുണ്ടാക്കി, ഫേസ്ബുക്കിന് ഇത്ര വരുമാനമുണ്ടാക്കി എന്ന് പറയുന്നതൊക്കെ CMAക്കാരുടെ തലയിൽ നിന്നാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മേഖലയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. BCom കഴിഞ്ഞാൽ 3000 മുതൽ 3 ലക്ഷം രൂപ വരെ സാലറി വാങ്ങുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നറിയുക. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഏത് കമ്പനിയിലും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വലിയൊരു പോസ്റ്റാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. 4 പേപ്പറാണ് അതിൻ്റെ ഫൗണ്ടേഷൻ, 6 പേപ്പറാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, 8 പേപ്പറാണ് അതിൻ്റെ പ്രൊഫഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് +2 കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പ് എടുത്തവർക്കും പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ വിവിധ സ്കോളർഷിപ്പുകളുണ്ട്. നാഷണൽ സ്കോളർഷിപ്പിൽ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സ്കോളർഷിപ്പിൻ്റെയും വിശദമായ വിവരങ്ങൾ കാണും. ഓരോ വർഷവും ഇതിൻ്റെ ക്രൈറ്റീരിയകളിൽ മാറ്റം വരും. പല സ്കോളർഷിപ്പുകൾ റദ്ദ് ചെയ്യും, പുതിയ സ്കോളർഷിപ്പുകൾ വരും. അതിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്കാർ നൽകുന്ന എല്ലാ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസും കിട്ടും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സ്കോളർഷിപ്പിൻ്റെ ആണെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേറെ, സ്കൂൾ എഡ്യൂക്കേഷന് മറ്റൊന്ന്, അത് സ്കൂളിൽ നിന്ന് നമുക്ക് ആ വിവരങ്ങൾ കിട്ടും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന് സ്റ്റഡി അബ്രോഡ്. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ്, ഇപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു കുട്ടി വന്നു ചോദിച്ചു, ഞാൻ US പോവുകയാണ്, അപ്പോൾ കാനഡയിൽ പോവുകയാണ്, അല്ലെങ്കിൽ UK പോവുകയാണ്, എവിടെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, അപ്പോൾ IELTS ഒന്നും വേണ്ട. IELTS ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഓരോ നമ്മളിവിടെ ഉള്ളതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലും തരികിട യൂണിവേഴ്സിറ്റികൾ ഇഷ്ടം പോലെയുണ്ട്. തല്ലിപ്പൊളി യൂണിവേഴ്സിറ്റി തന്നെ പറയാം. അങ്ങനെ തന്നെ അവിടെ പോകുന്നതിന് മുമ്പ് കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ അംഗീകാരങ്ങളാണ്. ഈ കോഴ്സിന് അവിടുത്തെ എംബസി വഴി നമുക്ക് അന്വേഷിക്കാം, ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് ചെക്ക് ചെയ്യാം. പ്രധാനമായിട്ടും നമ്മൾ റാങ്കിങ് നോക്കിയാൽ മതി. ടൈം ഹയർ എഡ്യൂക്കേഷൻ്റെ ആദ്യത്തെ ഒരു 500-ൽ വരുന്നുണ്ടോ ഈ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ കോളേജ്, ഈ കോഴ്സുകൾ വരുന്നു. ടൈം ഹയർ എഡ്യൂക്കേഷൻ എല്ലാ വർഷവും വരും. അതുപോലെ തന്നെ QS റാങ്കിങ് അല്ലെങ്കിൽ ആനുവൽ റാങ്കിങ് ഫോർ വേൾഡ് യൂണിവേഴ്സിറ്റീസ്, ഇങ്ങനെയുള്ള റാങ്കിങ് ഫ്രെയിം വർക്കുകളുണ്ട്. ഈ റാങ്കിങ് നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ യൂണിവേഴ്സിറ്റികളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ NAAC-ൻ്റെ ഒരു ഗ്രേഡിങ് നോക്കും. അതുപോലെ തന്നെ NIRF റാങ്കിങ്, നാഷണൽ റാങ്കിങ് ഫ്രെയിം വർക്കിൻ്റെ ഒരു റാങ്കിങ് നോക്കും. അതുപോലെ തന്നെ മറ്റു കരിയർ 360 പോലുള്ള, ഇന്ത്യ ടുഡേ പോലുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്ന റാങ്കിങ് കൂടി ചെക്ക് ചെയ്തിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയും ഇതൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ആ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, നമ്മുടെ വിസ പ്രോസസ്സ്, അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ ഫീസ്, നിങ്ങൾ ഏത് ഏജന്റുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും കുഴപ്പമില്ല, പക്ഷേ പോയ ആളുകൾ കൃത്യമായി അവിടെ എത്തി ഈ കോഴ്സുകൾ പഠിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഇത് ഒരുപാട് വലിയ ചതിക്കുഴികളുള്ളൊരു മേഖലയാണ്. ആ ചതിക്കുഴിയിൽ പെടാതെ സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയുണ്ടാവണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. കരിയർ ഇൻ എക്കണോമിക്സ് വലിയ സാധ്യതയുള്ള ഒരു വിഷയമാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ചില സ്ഥാപനങ്ങളിൽ +2 കഴിഞ്ഞാൽ മാത്സ് പഠിക്കണമെന്നുള്ള ഒരു നിബന്ധനയുണ്ട്. എല്ലാ കോളേജുകളിലും ഇല്ല. പക്ഷേ വളരെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള കോവിഡ് കാലഘട്ടമാണെങ്കിലും പ്രളയ കാലഘട്ടമാണെങ്കിലും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വിഷയമാണ്. എക്കണോമിക്സും കൂടി അറിയുക. അതിൻ്റെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട്, പറയുന്നില്ല. ബാച്ചിലർ ഇൻ ഫൈൻ ആർട്സ്, കലാ അഭിരുചിയുള്ള ആ കലാബോധമുള്ളവർക്കൊക്കെ പഠിക്കാൻ പറ്റിയ CUT-ൻ്റെ ബേസിലൊക്കെ ഡൽഹിയിലൊക്കെ നല്ല സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലെ കലാമണ്ഡലമുണ്ട്. അത്തരത്തിലുള്ള കഴിവുള്ളവരൊക്കെ എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞ +2-ന് പഠിക്കണമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് തൻ്റെ താല്പര്യം കലയിലാണെങ്കിൽ ആ മേഖല തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ലോകത്തേക്ക് പറക്കാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് ലാംഗ്വേജ് സ്റ്റഡി, ടീച്ചിങ്, അഡ്വർടൈസിങ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ ഏത് മേഖലകളിലും ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കോഴ്സായി ലാംഗ്വേജ് കോഴ്സ് മാറിയിരിക്കുന്നു. IFLU എന്ന് പറയുന്ന ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ്, അറബിക്കും അതുപോലെയുള്ള മറ്റു കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ട് ലാംഗ്വേജ് മേഖലയിൽ തിളങ്ങാം. ഈ വർഷം മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അറബിക് ആൻഡ് ലിറ്ററേച്ചറിൽ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് കൂടി വന്നിട്ടുണ്ട് എന്നുകൂടി ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എല്ലാവർക്കും അറിയപ്പെടുന്നതാണ്. നമ്മൾ സ്പോർട്സിൽ അതുപോലെ തന്നെ ഗെയിമിൽ തുടങ്ങിയവരൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാം. നാളൊരു സ്പോർട്സിൻ്റെ ടീച്ചറോ അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറൊക്കെ ആവണമെങ്കിൽ BP.Ed, MP.Ed, BPE തുടങ്ങിയ കോഴ്സുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ജേർണലിസം കോഴ്സ്, ഇപ്പോൾ മാധ്യമം, മീഡിയ വൺ പോലെയുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ പത്രപ്രവർത്തന രംഗത്ത് ഇലക്ട്രോണിക് ആണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും വളരെയധികം മേഖലയിൽ കളറായിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. IIMC പോലെ കോട്ടയം, അതുപോലെ കൊച്ചി പോലെയുള്ള ചെന്നൈയിലെ, ബാംഗ്ലൂരിലൊക്കെ പത്രപ്രവർത്തന രംഗത്ത് തിളങ്ങാൻ പറ്റുന്ന സ്ഥാപനങ്ങളുണ്ട്. കേരള മീഡിയ അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങളിൽ പത്രപ്രവർത്തനം പഠിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഷൈൻ ചെയ്യാം. നിരവധി ഡിഗ്രി കോഴ്സുകളുണ്ട്. സൈക്കോളജി, സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ അതിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ഈ കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്താം.
അതിൽ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ആ കുട്ടിയുടെ അഭിരുചി നോക്കിയിട്ട്, അഭിരുചിയും ഇൻട്രസ്റ്റും എബിലിറ്റിയും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന മേഖല ഏതാണെന്ന് സജസ്റ്റ് ചെയ്യാൻ ഈ കരിയർ എക്സ്പേർട്ടുകൾക്ക് സാധിക്കും. അതിൻ്റെ ആവശ്യക്കാർ സിജിയുടെ സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പോകാം. മറ്റൊന്ന് പ്രധാനമായിട്ടും ടീച്ചിങ് ആണ്. ടീച്ചിങ്ങിൽ ഇൻ്റഗ്രേറ്റഡ് BEd, ഇപ്പം ഞാൻ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, പ്രത്യേകിച്ച് ഇൻ്റഗ്രേറ്റഡ് BEdൽ കാലിക്കറ്റ് NITയിലും അതുപോലെ തന്നെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും, സാൻസ്ക്രിറ്റ് ആണെങ്കിൽ ഗുരുവായൂരും കൂടിയുണ്ട്. നേരത്തെ പിന്നെ പ്രൈവറ്റിലുണ്ട്, തൊട്ടടുത്ത് RI മൈസൂരിലുണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് ടീച്ചറാവാം. 2030 കൂടിയിട്ട് നമ്മുടെ ഈ 2 വർഷത്തെ BEd ഒക്കെ മാറും. പിന്നീട് 4 വർഷം മാത്രമായി മാറുന്നൊരവസ്ഥയുണ്ടാവും. അതിലേക്ക് പ്രത്യേകം എൻട്രൻസ് ആണ്. CUET വഴി പോകാൻ സാധിക്കില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അതുപോലെ തന്നെ ഫോഴ്സാണ്. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കാണെങ്കിലും ആംഡ് ഫോഴ്സിലേക്കാണെങ്കിലും ഒക്കെ പോകുന്ന വിവിധങ്ങളായ വഴികളുണ്ട്. ആ വഴികൾ കൃത്യമായി ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. UPSC പരീക്ഷകളുണ്ട്, PSC പരീക്ഷകളുണ്ട്. UPSC എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ടിംഗ് കമ്പനിയാണ് UPSC. നേരെ സിവിൽ സർവീസ് എക്സാമിനേഷനൊക്കെ നടത്തുന്ന ബോഡിയാണ് UPSC. അതുപോലെ കേരള PSC ഉണ്ട്, SSC ഉണ്ട്, CGSL പരീക്ഷകളുണ്ട്. ഈ ഗവൺമെന്റ് ജോബുകളിലേക്കൊക്കെ കടന്നു വരാനും ആ മേഖലയിൽ ഷൈൻ ചെയ്യാനും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നൽകാനും ആഗ്രഹിക്കുന്നവർ മത്സര പരീക്ഷകൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണെന്നും കൂടി മനസ്സിലാക്കുക. ഇന്ത്യൻ റെയിൽവേ ലോകത്തെ ഏറ്റവും കൂടുതൽ ജോബ് കൊടുക്കുന്ന ഒരു മേഖലയാണ് റെയിൽവേ. ആ രീതിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെലക്ട് ചെയ്യുമ്പോഴേക്കുള്ള റാങ്കിങ്ങുകൾ പ്രധാനമായിട്ടും ഇനി പറയാനുള്ള സിജി നടത്തുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. നമ്മുടെ കരിയർ മിഷൻ, അതുപോലെ തന്നെ കോമ്പറ്റൻസി മൂവ്മെൻറ്റ്, ഓർഫൻസ് കെയർ, സെയ്ജ്, വെക്കേഷൻ ക്യാമ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സലൻസ് പ്രോഗ്രാം, ലേണിംഗ് ആൻഡ് ബെറ്റർ ലൈഫ് ക്ലിനിക്ക്, CIDEA പ്രോജക്റ്റ് ഇൻഫിനിറ്റി, ലാംഗ്വേജ് കോഴ്സുകൾ. സമയത്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് നമ്മളിത് പറയാതെ പോകുന്നത്. തൊട്ടടുത്ത് സിജിയുടെ സ്റ്റാളുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നിങ്ങളുടെ കരിയർ ഗൈഡൻസ്, ഇപ്പം ഞങ്ങൾ പറഞ്ഞ കോഴ്സുകളെക്കാളും കൂടുതൽ പറയാനുള്ള കോഴ്സുകളാണ്. ഓരോ കോഴ്സിൻ്റെയും ഓപ്പണിങ്സ് ഒക്കെ മാറി മാറി വരും. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഈ സംശയങ്ങൾ ദൂരീകരിക്കാൻ കൃത്യമായി നമുക്ക് ഒരിക്കലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തെക്കുറിച്ച് പറയാൻ, ഇന്ന സ്ഥാപനത്തിന് ഇത്ര റാങ്ക് ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമെന്നല്ലാതെ ഗവൺമെൻറ് സ്ഥാപനത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. അല്ലാതെ ഇന്ന എൻട്രൻസ് സെൻ്ററാണോ ബെറ്റർ, ഇന്ന എൻട്രൻസ് സെൻ്ററാണോ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ഫെസിലിറ്റീസ്, അവിടുത്തെ അവസാനത്തെ വർഷത്തെ റിസൾട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പോവുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ലൈഫ് ഈസ് നോട്ട് എ ചാൻസ് ബട്ട് ചോയ്സ്. ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ യുവർ ലൈഫ്. നമ്മളാണ് കരിയറിലേക്കും ജീവിതത്തിലേക്കും കാലെടുത്ത് വെക്കുന്നത്. പിയർ ട്രെൻഡ്, പാരൻസ് ട്രെൻഡ്, സൊസൈറ്റി ട്രെൻഡ് അല്ലാതെ നമ്മുടെ കഴിവെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഐ ആം നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് മൈ സർക്കംസ്റ്റൻസ്, ഐ ആം പ്രൊഡക്റ്റ് ഓഫ് മൈ ഡിസിഷൻ. ഇന്നെടുക്കുന്ന ചെറിയ ഡിസിഷനാണ് നാളെ നമ്മളെ വാർത്തെടുക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ അവസരം നൽകിയ മാധ്യമം എഡ്യൂക്കേഷനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒറ്റക്കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ എന്ത് കോഴ്സ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ കോഴ്സാണ് നിങ്ങളുടെ കരിയറിലേക്ക് എത്തുക. എഡ്യൂക്കേഷനാണ് കരിയറിലേക്ക് എത്തുക. മാധ്യമം പോലുള്ള വലിയ ഒരു ആഘോഷമാക്കി നടത്തുകയാണ് എഡ്യൂക്കേഷനെ. ആ എഡ്യൂക്കേഷന് നിങ്ങൾക്കൊരു കരിയർ കണ്ടെത്താൻ പറ്റും. മാധ്യമം, മീഡിയ ഒന്നൊക്കെ ഈ നടത്തുന്ന പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ പെരുന്നാളിനും വിഷുവിനും ഡ്രസ്സ് എടുക്കാൻ കൊടുക്കുന്ന കോൺസെൻട്രേഷനെങ്കിലും നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നൽകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഇവിടെ പറയുന്നു. നന്ദി. ജയ് ഹിന്ദ്.